നാലു മുത്തശ്ശിമാരുണ്ടവർക്കെന്നാൽ നാലു വായ്മൊഴി ചേലാണ് നാവിൽ. നാലു മുത്തശ്ശിമാരുണ്ടവർക്കെന്നാൽ നാലു ചേലാണ് ചേവടി വച്ചാൽ. ഈ നാല് മുത്തശ്ശിമാരെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇവരാരാണെന്ന് ചോദിച്ചാൽ പുകൾപെറ്റ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ സംസ്കൃതിയെയും സംസ്കാരത്തെയും കെടാതെ കാത്തു സൂക്ഷിക്കുന്ന നാല് ഭാഷകൾ: തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ. ഇതിൽ 3 ഭാഷകൾക്ക് ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചപ്പോൾ മലയാളത്തെ മാറ്റി നിർത്തിയ സമയത്ത് അല്പം പരിഭവത്തോടു കൂടി ONV കുറുപ്പ് എഴുതിയ കവിതയാണ് നാല് മുത്തശ്ശിമാർ. കവിയുടെ പരിഭവം അവസാന ഘട്ടങ്ങളിൽ വരുന്നത് ഇപ്രകാരമാണ്: മുഗ്ധയായ ഈ 4 മുത്തശ്ശിമാരെയും ആദരിക്കാനായിട്ട് രാജാവിൻ്റെ ഭടന്മാർ വരുമ്പോൾ 4 പേർക്ക് പകരം 3 പേരെ ആരതി ഒരിയുന്നു. ഇരിക്കാനുള്ള പൊൻപുടവ 3 മാത്രമായി കരുതുന്നു. എന്തിന് 4ാമത്തെ ഭാഷയെ, 4ാമത്തെ ആ മുത്തശ്ശിയെ മാറ്റി നിർത്തുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കവിത പക്ഷേ സവിശേഷമാകുന്നത് അതുകൊണ്ടല്ല. 4 ഭാഷകളിൽ 4 സംസ്കാരങ്ങളെ വിളിച്ചോതുന്ന വരികളാണ്. 4 ഭാഷകളിലെയും പ്രശസ്തരായ കവികളും അവരുടെ കവിതകളിലൂടെയുമൊക്കെ കവി വളരെ മനോഹരമായി സഞ്ചരിക്കുന്നുണ്ട്. ഒരു നാട്, ആ നാട്ടിലെ മനുഷ്യർ, അവർക്ക് എങ്ങനെയാണ് ഭാഷ വിനിമയത്തിനുപരിയായിട്ട് പെറ്റമ്മയായി തൻ്റെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായി മാറുന്നത് എന്ന് ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കയ്യിൽ രാമായണം കൊത്തിവെച്ച കാഞ്ചന കാപ്പ് അവർക്കൊരുപോലെ, ഭാരത കഥാചിത്രിതമാകും ചാരു കാഞ്ചി കലാപം ഒരുപോലെ, യാഴും വീണയുമ കൈകൾ തൊട്ടാൽ ഏരു സുസ്വരം കേൾപ്പതൊരുപോൽ. എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാ മക്കൾക്കും അവരുടെ അമ്മ, സ്വന്തം പെറ്റമ്മ, അത് മാതൃഭാഷ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാഷയിൽ വേർതിരിവ് കാണിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഭാഷയെ അമ്മയെപ്പോലെ കരുതി സ്നേഹിക്കണം എന്ന് മാത്രം. ഈ പുസ്തകം, ഈ കവിത വളരെ മനോഹരം തന്നെയാണ്. അതുമാത്രമല്ല, കടൽ ശംഖുകളിലെ എല്ലാ കവിതകളും മനോഹരമാണ്. കവിതയെ ഇഷ്ടപ്പെടുന്നവർ കഴിയുമെങ്കിൽ ONVയുടെ ഈ കവിതാ സമാഹാരം വാങ്ങി വായിക്കും. അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, ഐശ്വര്യ.